ആലപ്പുഴ വലിയഴീക്കൽ അടിഞ്ഞ കണ്ടെയ്നറുകളിൽ കോട്ടൺ മാത്രമെന്ന് കസ്റ്റംസിന്റെ സ്ഥിരീകരണം. ഇതോടെ മണിക്കൂറുകൾ നീളുന്ന ആലപ്പുഴയുടെ തീരത്തെ ആശങ്കയ്ക്ക് വിരാമമായി. അതേസമയം കടലിൽ എണ്ണയും രാസപദാർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ടോ എന്ന സംശയത്തിൽ കടൽ വെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. പുഴയിലേക്കും കായലിലേക്കും കടൽ വെള്ളം കയറിയാലുള്ള അപകടം മുന്നിൽ കണ്ട് പരിശോധനാ ഫലം ലഭ്യമാകും വരെ തോട്ടപ്പള്ളി പൊഴി തുറക്കേണ്ട എന്നും തീരുമാനം. ഇന്ന് രാവിലെയാണ് ആലപ്പുഴ ജില്ലയുടെ തെക്കേ തീരദേശ അതിർത്തിയായ ആറാട്ടുപുഴ പഞ്ചായത്തിലെ വലിയഴീക്കലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നർ കണ്ടെത്തിയത്. ശക്തമായ കടൽക്ഷോഭത്തിൽ കണ്ടെയ്നർ പുലിമുട്ടിലും കടൽഭിത്തിയിലും ഇടിച്ച് തകർന്നതോടെ ഇതിനുള്ളിൽ നിന്നും ക്യൂബുകളായി സൂക്ഷിച്ചിരുന്ന ചരക്കുകൾ കടലിലേക്ക് ഒഴുകിയിറങ്ങി. സുരക്ഷ ഒരുക്കാനായി വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസിനെയും കായംകുളത്തു നിന്നുള്ള ഫയർഫോഴ്സ് സംഘത്തെയും ആരോഗ്യ പ്രവർത്തകരെയും സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും രാസപദാർത്ഥത്തിന്റെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പിക്കാനായില്ല. ഇതോടെ ജനങ്ങളെ 200 മീറ്റർ അകലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. മന്ത്രി പി പ്രസാദ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഉച്ചയോടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതോടെ കണ്ടെയ്നറിൽ കോട്ടൺ മാത്രമാണെന്നും രാസപദാർത്ഥങ്ങളില്ലെന്നും സ്ഥിരീകരിച്ചു. അപ്പോൾ നമ്മുടെ തീരത്ത് ഇവിടെ അടിഞ്ഞ ഈ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് മുഴുവൻ കോട്ടൺ ആണെന്ന് കണ്ടെയ്നറിൻ്റെ നമ്പർ അനുസരിച്ച് തന്നെ കസ്റ്റംസിന് ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നീക്കുന്നതിനുള്ള നടപടികൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് കസ്റ്റംസ് ആണ് ഇക്കാര്യത്തിനകത്ത് ഒരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യേണ്ടത്. ചില കണ്ടെയ്നറുകൾക്കകത്തെല്ലാമുള്ള വസ്തുക്കൾ സംബന്ധിച്ചാണ് തുടരുത് എന്നെല്ലാമുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരുന്നത്. ഇവിടെ അത്തരം പ്രശ്നമില്ല. ഇവിടെ ഈ തീരത്ത് ഇപ്പം അടിഞ്ഞിരിക്കുന്ന കണ്ടെയ്നർ, ആ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത് മുഴുവൻ കോട്ടൺ ആണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ്. ഇതേസമയം കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണയോ രാസപദാർത്ഥങ്ങളോ കടലിൽ കലർന്നിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് ജില്ലയുടെ വിവിധ തീരങ്ങളിൽ നിന്നും കടൽ വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. പരിശോധനാ ഫലം വന്ന ശേഷം തോട്ടപ്പള്ളി പൊഴി മുറിച്ചാൽ മതിയെന്നും തീരുമാനമെടുത്തിട്ടുണ്ട്. ചില ഓയിലുകൾ ഇതിന്റെ ഭാഗമായി കലർന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങൾ ഇന്നലെ തന്നെ അടിയന്തരമായ യോഗം ചേർന്ന് തീരദേശ പഞ്ചായത്തുകൾക്കെല്ലാം നിർദ്ദേശം കൊടുത്തിരുന്നു. അതിനനുസരിച്ച് പൊഴികളുള്ള ഇടങ്ങളെല്ലാം ഗൗരവതരമായ ഇടപെടൽ ആവശ്യമുണ്ട്. അവിടെ വടങ്ങൾ കെട്ടി അതിൽ ബോളുകൾ വെച്ച് ഒക്കെ ആയി എണ്ണയുടെ പാട മറ്റിടങ്ങളിലേക്ക് കയറിപ്പോകാതിരിക്കാൻ പാകത്തിലുള്ള ഇടപെടലുകൾ പൊഴി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ ഇന്നലെ തന്നെ നിർദ്ദേശം കൊടുത്തു. ശക്തമായ മഴയും കടൽക്ഷോഭവും നിലനിൽക്കുന്ന ജില്ലയിൽ പൊഴി തുറക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുമെങ്കിലും ജലാശയങ്ങളിലേക്ക് എണ്ണപ്പാട എത്തിയാൽ കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലയിലെ ആവാസ വ്യവസ്ഥ തന്നെ തകരാൻ ഇടയാകുമെന്ന വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടത്തിനും ഉള്ളത്. ജനം, ആലപ്പുഴ.